അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്. ഇപ്പൊ നമ്മളെ പോലെ ഇപ്പൊ പാരന്റ്സിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്കറിയാം റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ടോപ്പിക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്താണ്? ഹ്യൂമൻസ് അറിയാലോ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമുക്ക് പഠിക്കണം, ഫീമെയിൽ റീപ്രൊഡക്ഷനും പഠിക്കണം. അപ്പൊ മെയിലിലും ഒരു ഗ്യാമേറ്റ് ഉണ്ടാവും, അപ്പൊ ഫീമെയിലിലും ഗ്യാമേറ്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അങ്ങനെ കുറേ പ്രോസസ്സ്, ഒരു കോംപ്ലക്സ് മെക്കാനിസം ആണ്, അതുപോലെ ഒരു വൈറ്റൽ പ്രോസസ്സാണ്. നമ്മുടെ ഹ്യൂമൻ റേസ് നിലനിൽക്കുന്നതും കണ്ടിന്യൂ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ റീപ്രൊഡക്ഷൻ കാരണമാണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇതിപ്പോ ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്, നമുക്കിപ്പോ ഒരു 3 ക്ലാസ് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാവേ. അപ്പൊ ഇന്ന് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുക്കാം. ഓക്കെ, നാളെ നാളെ അല്ല, ഇനി ഒരു ഡേറ്റ് പറയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്. ഓക്കെ, അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. അപ്പൊ ഫസ്റ്റ് ഇപ്പോ നമ്മൾ മൊത്തത്തിൽ ഈ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്ന് പറയണില്ലേ, നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കുറേ ഓർഗൻസ് ഉണ്ട്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കുറേ മെക്കാനിസം ഒക്കെ നടന്നിട്ട് എന്തുണ്ടാവും? ഒരു മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവേ, സ്പേം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവും. പിന്നെ ഫീമെയിൽ അതുപോലെ എന്തുണ്ടാവും? ഓവം ഉണ്ടാവും. അപ്പൊ ഈ സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഫെർട്ടിലൈസേഷന് മുന്നേ നടക്കുന്ന കാര്യങ്ങൾക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ എന്നും പറയും. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾക്ക് എന്താ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്നും പറയും. അങ്ങനെ കുറേ ഇവന്റ്സ് നടക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മളിപ്പോ പ്രീ ഫെർട്ടിലൈസേഷനാണ് പഠിക്കാൻ പോണം, അതായത് ഫെർട്ടിലൈസേഷന് മുന്നേ നടക്കുന്നത്. അപ്പൊ അതിലെ മെയിലിന്റെ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓർഗൻ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? പ്രൈമറി സെക്സ് ഓർഗനായ ടെസ്റ്റിസ് ഉണ്ട്, പിന്നെ ഒരു ആക്സസറി ഡക്റ്റ് വരുന്നുണ്ട്, ആക്സസറി ഗ്ലാൻഡ് വരുന്നുണ്ട്, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വരുന്നുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെൽവിസിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടെസ്റ്റിസ് ഉണ്ട്, പിന്നെ കുറെ ആക്സസറി എന്ന് വെച്ചാൽ കുറെ ഡക്ട്, എക്സ്ട്രാ ആയിട്ടുള്ള കുറെ ഡക്ട്സ് വരുന്നുണ്ട്, പിന്നെ കുറെ ആക്സസറി ഗ്ലാൻഡ്സ് വരുന്നുണ്ട്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി നമുക്ക് കാണുന്ന കുറച്ച് സ്ട്രക്ചേഴ്സും മറ്റതൊക്കെ ഉള്ളിലല്ലേ, ഉള്ളില്. അപ്പൊ ആദ്യത്തെ മെയിൻ ഇമ്പോർട്ടന്റ് ആളാരാണ്? നമ്മുടെ ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് ആണ് പ്രൈമറി സെക്സ് ഓർഗൻ. അതായത് നമ്മളിപ്പോ ഒരു സെക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഈ ടെസ്റ്റിസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ടെസ്റ്റിസ് എന്ന് പറയുന്നതാണ് പ്രൈമറി സെക്സ് ഓർഗൻ ആയ ടെസ്റ്റിസ്. അപ്പൊ ടെസ്റ്റിസ് എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ടെസ്റ്റിസ് 2 ടെസ്റ്റിസ് ഉണ്ടാവേ. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സ്ക്രോട്ടത്തിലാണ്. ടെസ്റ്റിസ് എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ട്, അതായത് 2 ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് ഒരു ടെസ്റ്റിസിന്റെ ആണേ. ടെസ്റ്റിസിന്റെ ഒരു പിക്ചർ കണ്ടായിരുന്നോ? ടെസ്റ്റിസ് കണ്ടോ? ഇതാണ് ടെസ്റ്റിസ്, കാണുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറയോ? പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലെ ടെസ്റ്റിസിന്റെ? ഓക്കെ, ഇപ്പോഴോ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇതാണ് ടെസ്റ്റിസ്. ഇപ്പൊ ഇത് ഒരു ടെസ്റ്റിസ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു ടെസ്റ്റിസ് ആയിട്ടാണ്. ഇതുപോലെ ക്ലാരിറ്റി കുറവാണോ പിക്ചറിന്? ഇതുപോലെ ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ടാവും. ഈ ടെസ്റ്റിസ് എവിടെയാ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് ഒരു പൗച്ചിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ പൗച്ചിന്റെ പേരാണ് സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെ പുറത്ത് ഈ ടെസ്റ്റിസ് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ടെസ്റ്റിസ് ആണല്ലോ നമ്മുടെ സ്പേം ഒക്കെ ഉണ്ടാക്കുന്നത്. അതിന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പറ്റില്ല, ടെമ്പറേച്ചർ ലോ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ സ്ക്രോട്ടത്തിൽ ടെസ്റ്റിസ് വെച്ചിരിക്കുന്നത്. അപ്പൊ സ്ക്രോട്ടം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഈ ലോ ടെമ്പറേച്ചർ ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 അല്ലേ, അപ്പൊ ഒരു 34 ഡിഗ്രി സെൽഷ്യസിലൊക്കെ സ്പേം ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയാണ് ടെസ്റ്റിസിനെ നമ്മുടെ സ്ക്രോട്ടത്തിലോട്ട് വെച്ചിരിക്കുന്നത്, നമ്മുടെ പുറത്ത് വെച്ചിരിക്കുന്നത്. അതിനാണ് കേട്ടോ. ഈ ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ടെസ്റ്റിസ് ആണ് സ്പേം ഉണ്ടാക്കുന്നത്,
ടെസ്റ്റസ് ആണ്. അതുപോലെ ആൻഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺ ഉണ്ട്. ഏതാ നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺ? ആൻഡ്രജൻ. ആൻഡ്രജൻ ഉണ്ടാക്കുന്നതും ടെസ്റ്റസ് ആണ്. അപ്പൊ ടെസ്റ്റസിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ടെസ്റ്റസ് ആണ് നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻ ആയ ടെസ്റ്റസ് ആണ് എന്താ മെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുന്നു, അതായത് സ്പേം ഉണ്ടാക്കുന്നു. അതുപോലെ സെക്സ് ഹോർമോൺ ആയ ആൻഡ്രജൻ ഉണ്ടാക്കുന്നു. ഓക്കെ, അതാണ് ടെസ്റ്റസ്. അപ്പൊ ടെസ്റ്റസ് കഴിഞ്ഞു. ടെസ്റ്റസ് അപ്പൊ എന്താണ്? ടെസ്റ്റസ് എവിടെയാ അതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു, ടെസ്റ്റസിന്റെ ഫംഗ്ഷൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റസിന്റെ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റസിന്റെ അനാറ്റമി നോക്കാം ഉള്ളില്. അപ്പൊ ടെസ്റ്റസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ആ ഫോട്ടോ നോക്കണേ, ഞാൻ സൂം ചെയ്തുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വോയിസ് ക്ലാരിറ്റി ഇല്ലെങ്കിലോ പിക്ചർ ക്ലാരിറ്റി ഇല്ലെങ്കിലോ അൺമ്യൂട്ട് ചെയ്ത് പറയണേ. അപ്പൊ ഈ ടെസ്റ്റസിന്റെ പിക്ചർ നോക്കിയേ. ടെസ്റ്റസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ഒരു ടെസ്റ്റസ് പറഞ്ഞു കഴിഞ്ഞാല് കുറേ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റസ് എത്രയാണെന്നറിയോ? 250 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റസ് കുറേ കമ്പാർട്ട്മെന്റ്സ്, എത്ര കമ്പാർട്ട്മെന്റ്സാ? 250 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കണ്ടോ, ഇതിൽ ഓരോരോ ലോബ്യൂൾ ആണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഒരു സ്പൈറലി സ്ട്രക്ചർ ഇരിക്കുന്നില്ല, അത് ഒരു ലോബ്യൂൾ ആണ്. അങ്ങനെ കുറേ ലോബ്യൂൾസ് ഉണ്ടാവും. അപ്പൊ ഒരു 250 അടുപ്പിച്ച് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഒരു ലോബ്യൂളിന്റെ അകത്ത് ഇങ്ങനെ സ്പൈറലി കിടക്കുന്ന സാധനം കണ്ടോ, അതാണ് സെമിനിഫറസ് ട്യൂബ്യൂള്. ഈ ഒരു ലോബ്യൂളിന്റെ അകത്ത് 1 to 3, 1, 2, 3 ഇതുണ്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടാവും. ഓക്കെ, ആ വളഞ്ഞു നിൽക്കുന്നതാണ് സെമിനിഫറസ് ട്യൂബ്യൂള്. ഓക്കെ, ബയോളജി പഠിക്കുമ്പോൾ മാക്സിമം പിക്ചേഴ്സ് തന്നെ നോക്കി, നല്ല നല്ല പിക്ചേഴ്സ് നോക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്കത് മനസ്സിൽ നിന്ന് പോയില്ല. അപ്പൊ ടെസ്റ്റസ് എന്ന് പറയുമ്പോൾ അതിൽ 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ കമ്പാർട്ട്മെന്റിനുള്ളിൽ എന്താ ഉള്ളത്? സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. ഓക്കെ, ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് നമ്മുടെ സ്പേം ഉണ്ടാക്കുന്നയാളും ആൻഡ്രജൻ ഉണ്ടാക്കുന്ന ആളൊക്കെ ഇദ്ദേഹമാണ്. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂള് നോക്കിക്കഴിഞ്ഞാൽ ഈ സെമിനിഫറസ് ട്യൂബ്യൂളില് 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂളിലുള്ള 2 സെല്ലുണ്ട്. എന്തൊക്കെയാണ്? ജേം സെല്ലും സെർട്ടോളി സെല്ലും. ഏതൊക്കെയാണുള്ളത്? ജേം സെൽസും സെർട്ടോളി സെൽസും. നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾ എടുത്താൽ ആ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലുള്ള സെൽസ് ആണ് ജേം സെൽ ആൻഡ് സെർട്ടോളി. 2 പേരും ഇമ്പോർട്ടന്റ്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഫംഗ്ഷൻ ഉണ്ട് എല്ലാവർക്കും. നമ്മുടെ ജേം സെൽ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ ജേം സെല്ലാണ് സ്പെർമെറ്റോഗോണിയ എന്ന് അവരെ പറയും. അവരാ സ്പേം ഉണ്ടാക്കുന്നവര്. അപ്പൊ ആരാണപ്പൊ സ്പേം? നമ്മുടെ ടെസ്റ്റസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ടെസ്റ്റസിനുള്ളിൽ ആരാ ഉണ്ടാക്കുന്നത്? ടെസ്റ്റിസിന്റെ ഉള്ളില് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ ഉണ്ട്. അതിന്റെ ഉള്ളില് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില് ആരാ? നമ്മുടെ ജേം സെൽ, അതായത് സ്പെർമെറ്റോഗോണിയ. ഇവരാണ് ശരിക്കും സ്പേം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ അടുത്ത് വേറെ സെൽ ആരാ ഉള്ളത്? സെർട്ടോളി സെല്ല്. ഈ സെർട്ടോളി സെൽ എന്തെയും ഈ നമ്മുടെ സ്പേമിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു. ഓക്കെ, നറിഷ്മെന്റും ന്യൂട്രീഷനും ഒക്കെ കൊടുക്കുന്നതാണ് നമ്മുടെ സെർട്ടോളി സെൽസ്. ഓക്കെ, അപ്പൊ ടെസ്റ്റസ് പറഞ്ഞു. ടെസ്റ്റസിന്റെ സെമിനിഫറസ് ട്യൂബ്യൂള് പറഞ്ഞു. സെമിനിഫറസ് ട്യൂബ്യൂളില് 2 ടൈപ്പ് സെൽസ് ഉണ്ട്, ജേം സെൽസും സെർട്ടോളി സെൽസും. ജേം സെൽസ് ഉണ്ട് വേറൊരു പേരാണ് സ്പെർമെറ്റോഗോണിയ. അവരെന്താ ചെയ്യുന്നത്? സ്പേം ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മുടെ സെർട്ടോളി സെൽസ് ആണെങ്കിൽ ഈ സ്പേമിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഈ ലോബ്യൂളിന്റെ ഉള്ളിൽ എന്താ? നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ കണ്ടോ, ഇങ്ങനെ കോയിൽ ചെയ്ത് കിടക്കുന്നുണ്ടോ? ഇവരില്ലാത്ത സ്ഥലമില്ലേ നമ്മുടെ ഈ ലോബ്യൂളില്? സെമിനിഫറസ് ട്യൂബ്യൂൾ കൂടാതെ ആരൊക്കെ ഉണ്ടെന്നറിയോ? കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തിനെ പറയുന്ന, ആ സ്പേസിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. എന്താണ്? നമ്മുടെ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ ഉള്ളില് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. അതില്ലാത്ത സ്ഥലത്തിന് എന്താ പറയുന്നത്? നമ്മൾ ഇടയ്ക്ക് പറയില്ല, അല്ല ആ കോയിൽ ചെയ്തിരിക്കുന്ന ട്യൂബ്യൂൾ ഇല്ലാത്ത സ്പേസിന് എന്താ പറയുന്നത്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഒരു ഇമ്പോർട്ടന്റ് ആളുണ്ട്. ആരാണ്? ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഉണ്ട്. ഓക്കെ, ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലെയ്ഡിക് സെൽസ് എന്ന് പറയും. ഈ ലെയ്ഡിക് സെൽസ് ആണ് ആൻഡ്രജൻ സെക്രീറ്റ് ചെയ്യുന്നത്. ലെയ്ഡിക് സെൽസ് എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? ആൻഡ്രജൻ. നമ്മൾ പറഞ്ഞു ആൻഡ്രജൻ എന്താണ്? ആൻഡ്രജൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺ. അപ്പൊ നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലെയ്ഡിക് സെൽസ്. നമ്മുടെ സ്പേം സെക്രീറ്റ് ചെയ്യുന്ന ആരാ? നമ്മൾ നേരത്തെ ടെസ്റ്റിസ് ആണ്ട് 2 ഫംഗ്ഷൻ പറഞ്ഞു. എന്താണ്? മെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുന്നു, അതായത് സ്പേം ഉണ്ടാക്കുന്നു. അതുപോലെ സെക്സ് ഹോർമോൺ ആയ ആൻഡ്രജൻ ഉണ്ടാക്കുന്നു. അപ്പൊ സ്പേം ആരാ ശരിക്കും ഉണ്ടാക്കിയത്? സ്പേം ആരാ ഉണ്ടാക്കിയത്? നമ്മുടെ ആരായിരുന്നു? സ്പെർമെറ്റോഗോണിയ, അതായത് ജേം സെല്ല്.
അതെവിടെയാ ഈ സെല്ലുള്ളത്? സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ എവിടെയാ ഉള്ളത്? ടെസ്റ്റിസിന്റെ ഒരു ലോബ്യൂളിന്റെ അകത്ത്. ഓക്കെ, ഇനി നമ്മുടെ സെക്സ് ഹോർമോൺ ആയ ആൻഡ്രജൻ ആരാ ഉണ്ടാക്കിയത്? ആൻഡ്രജൻ ഉണ്ടാക്കിയത് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലെയ്ഡിക് സെൽസ്. അത് എവിടെയാ ഉള്ളത്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ. ഓക്കെ, അപ്പൊ ടെസ്റ്റസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? അപ്പൊ ടെസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടെസ്റ്റസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്സ് ഓർഗൻ ആന്ന് പറഞ്ഞു. അത് അതിന്റെ ഫംഗ്ഷൻ പറഞ്ഞു. എന്തൊക്കെയാ ഫംഗ്ഷൻസ്? മെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുന്നു, മെയിൽ സെക്സ് ഹോർമോൺ ആയ ആൻഡ്രജൻസ് ഉണ്ടാക്കുന്നു. പിന്നെ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഔട്ട്സൈഡ് അബ്ഡോമിനൽ ക്യാവിറ്റി, അതായത് ഒരു പൗച്ചിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. കാരണം സ്പേം ഉണ്ടാക്കണമെങ്കിൽ ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബോഡിയുടെ പുറത്തൊരു പൗച്ചിലാക്കി വെച്ചിരിക്കുക. ആ പൗച്ചിന്റെ പേരെന്താ? സ്ക്രോട്ടം. ഓക്കെ, അപ്പൊ ഒരു 34°C നമ്മുടെ എന്തുണ്ടാവുന്നു? സ്പേം ഉണ്ടാവുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ടെസ്റ്റസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ടെസ്റ്റസ് നല്ലൊരു ഡെൻസ് കവറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ടെസ്റ്റസിന്. ടെസ്റ്റസില് 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതായത് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്, ഓരോ ലോബ്യൂളിലും 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. പിന്നെ ഈ സെമിനിഫറസ് ട്യൂബ്യൂള് ലൈൻ ചെയ്തിരിക്കുന്നത്, സെമിനിഫറസ് ട്യൂബ്യൂൾ എന്തൊക്കെയുണ്ട്? മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും ഉണ്ട്. ജേം സെൽസ് ആണ് സ്പെർമറ്റോഗോണിയ. സെർട്ടോളി സെൽസ് എന്ത് ചെയ്യും? ന്യൂട്രീഷൻ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലെയ്ഡിക് സെൽസ് പറഞ്ഞു. പിന്നെ ആൻഡ്രജൻസ് പറഞ്ഞു. ഓക്കെ, ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ടെസ്റ്റസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ടെസ്റ്റസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നമ്മളെ ടെസ്റ്റസ് കഴിഞ്ഞല്ലോ. ഈ പിക്ചർ കണ്ടോ? ടെസ്റ്റസ് ആണ്. രണ്ട് ടെസ്റ്റസ് കണ്ടോ? രണ്ട് ടെസ്റ്റസ്. ഇനി ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട കുറെ ഡക്റ്റുകളുണ്ട്, കുറെ ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലി ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ടെസ്റ്റസ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ആരാ ഉണ്ടായിരിക്കുന്നത്? സ്പേമോ ആൻഡ്രോജനോ അതൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഇനി അത് നമുക്ക് ഇങ്ങനെ പാസ് ചെയ്യണ്ടേ? അപ്പൊ ഇനി അടുത്ത എന്തൊക്കെയാ സംഭവം നോക്കാമേ. അടുത്ത കുറെ ഡക്ട്സ് ഉണ്ട്, ആക്സസറി ഡക്ട്. കുറേ ഡക്റ്റുകൾ കണ്ടില്ല? അപ്പൊ നമ്മൾ ആ ഓർഡറിൽ ആ ഡക്റ്റ് പഠിക്കണം. അപ്പൊ ഡക്റ്റ് ഏതൊക്കെയാണെന്നറിയോ? 4 ഡക്റ്റ് പഠിക്കണം. ഏതൊക്കെയാണ്? റെറ്റി ടെസ്റ്റസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡമിസ്, വാസ് ഡിഫറൻസ്. 4 ആക്സസറി ഡക്റ്റ് ഉണ്ട്. റെറ്റി ടെസ്റ്റസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡമിസ്, വാസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോ അത് ഒരു കോഡ് ഉണ്ട് കേട്ടോ. റീവ ഈവ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കാം. കോഡ് വേണ്ടാത്തവര് നമ്മൾ ഡയഗ്രാം ആലോചിച്ചോളൂ. അല്ലെങ്കിൽ റീവ ഈവ എന്ന് പറയും. റെറ്റി ടെസ്റ്റിസ് 6, പിന്നെ ഇ ഫോർ എപ്പിഡിഡമിസ്. റെറ്റി ടെസ്റ്റിസ്, അത് കഴിഞ്ഞ് വാ എന്ന് പറയുന്നത് വാസ എഫറൻഷ്യ, ഇ എന്ന് പറയുന്നത് എപ്പിഡിഡമിസ്, പിന്നെ വാ എന്ന് പറയുന്നത് വാസ് ഡെഫറൻസ്. റീ വ ഇ വ. ഫസ്റ്റ് ലെറ്റർ നോക്കിയാൽ മതി. ഫസ്റ്റ് ലെറ്റർ ആർ ഇ, പിന്നെ വി എ, പിന്നെ ഇ വി എ. അപ്പൊ റെറ്റി ടെസ്റ്റസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡമിസ്, വാസ് ഡെഫറൻസ്. അപ്പൊ നമ്മൾ നേരത്തെ എവിടെ വരെ എത്തിയിരുന്നു? സെമിനിഫറസ് ട്യൂബ്യൂളിൽ വരെ എത്തിയല്ലോ. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നൊക്കെ ഓപ്പൺ ചെയ്യുന്ന എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? ആദ്യം റെറ്റി ടെസ്റ്റിസിലോട്ട് ഓപ്പൺ ചെയ്യും. എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു? നമ്മുടെ എല്ലാ കുറേ ലോബ്യൂൾ കണ്ടു, സെമിനിഫറസ് ട്യൂബ്യൂൾ കണ്ടു. അതിന് ഈ ഓരോ ലോബ്യൂളിൽ നിന്നും സംഭവം കളക്ട് ചെയ്യുന്ന ആളാരാ? റെറ്റി ടെസ്റ്റിസ് ആണേ. ഈ റെറ്റി ടെസ്റ്റിസ് എല്ലാരും കൂടെ ചേർന്നിട്ട് ആരിലോട്ട് പോകുന്നു? റെറ്റി ടെസ്റ്റിസുകൾ ചേർന്നിട്ട് ആരിലോട്ടാ പോണത്? വാസ എഫറൻഷ്യയിലോട്ട് പോവേ. ഈ വാസ എഫറൻഷ്യന്ന് കുറെ എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എവിടോട്ട് പോകും? നമ്മുടെ എപ്പിഡിഡമിസിലെത്തും. ഈ എപ്പിഡിഡമിസിലെത്തിയിട്ട് അവിടെ ആരെ സ്റ്റോർ ചെയ്യും? ഈ സ്പേമിനെ സ്റ്റോർ ചെയ്യും. പിന്നെ അത് എങ്ങോട്ട് പോകും? പിന്നെ അടുത്ത ട്യൂബിലോട്ട് പോകും. അവരിങ്ങനെ ഓരോന്നായിട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ അടുത്ത പോകുന്ന എങ്ങോട്ടാ? വാസ് ഡെഫറൻസിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആക്സസറി ഡക്റ്റ് കേട്ടോ. സോറി. അപ്പൊ ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടാക്കിയ സംഭവത്തിന് അവർ ആർക്ക് കൊടുക്കും? റെറ്റി ടെസ്റ്റിസ് എന്ന് പറഞ്ഞ കുറേ ട്യൂബ്സ് കളക്ട് ചെയ്യുക. ആ റെറ്റി ടെസ്റ്റിസ് എല്ലാം കൂടെ ചേർന്നിട്ട് എന്തായി മാറും? റെറ്റി ടെസ്റ്റിസ് എല്ലാം കൂടെ ആർക്ക് കൊടുക്കും? അവരുടെ കയ്യിലുള്ള അതിങ്ങനെ നമ്മൾ പാസിംഗ് ദ ബോൾ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇവരുണ്ടാക്കി, അത് റെറ്റി ടെസ്റ്റിസ് വാങ്ങി. റെറ്റി ടെസ്റ്റിസ് ആർക്ക് കൊടുത്തു? വാസ എഫറൻഷ്യക്ക് കൊടുത്തു. വാസ എഫറൻഷ്യ പിന്നെ ഉടൻ ആർക്ക് കൊടുത്തു? എപ്പിഡിഡമിസിന് കൊടുത്തു. എപ്പിഡിഡമിസ് ആർക്ക് കൊടുത്തു? വാസ് ഡെഫറൻസിന് കൊടുത്തു. ഓക്കെ, അപ്പൊ ആ ഓർഡർ ഓർത്ത് വെക്കുക. അതത്രയാണ് ആക്സസറി ഡക്റ്റ്. ഓക്കെ, ഇനി വാസ് ഡെഫറൻസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ നമ്മൾ ആക്സസറി ഒരു വേറെ ഗ്ലാൻഡ് പഠിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അടുത്തത്
ആക്സസറി ഗ്ലാൻഡ് കേട്ടോ, ആക്സസറി ഗ്ലാൻഡ് എടുത്തോളൂ. ആക്സസറി ഗ്ലാൻഡ് ഏതൊക്കെയാ? അപ്പൊ നമ്മുടെ ആക്സസറി ഡക്റ്റിൽ ഏതൊക്കെ പറഞ്ഞു? റെറ്റി ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡമിസ് ആൻഡ് വാസ് ഡെഫറൻസ്. ബാക്കി ഫ്ലോ ഞാൻ പറയാവേ. ഇനി അടുത്തത് ആക്സസറി ഗ്ലാൻഡ് നോക്കാം. കുറച്ച് ഗ്ലാൻഡ്സും ഉണ്ട്, കാരണം വേറെ കുറച്ച് സെക്രീഷൻസും കൂടെ വരുന്നുണ്ട്, സ്പേം മാത്രമല്ല കേട്ടാ, വേറെ കുറച്ച് സെക്രീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് ഗ്ലാൻഡ്സ് ഉണ്ട്. ഏതാ? 3 ഗ്ലാൻഡ്സ് ഉണ്ട്. ആരൊക്കെയാ? ഒരു പെയർ സെമിനൽ വെസൈക്കിൾ ഉണ്ട് കേട്ടോ, പെയേർഡ് സെമിനൽ വെസൈക്കിൾ. അപ്പൊ 2 സെമിനൽ വെസൈക്കിൾ ഉണ്ട്, ഒരു പ്രോസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ 2 ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സ് ഉണ്ട്. ആരൊക്കെയാണുള്ളത്? പെയേർഡ് സെമിനൽ വെസൈക്കിൾ, സെമിനൽ വെസൈക്കിൾ 2 പേരുണ്ട്, ഒരു പ്രോസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ 2 ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സ് ഉണ്ട്. പിന്നെ ഇവര് 3 പേരും കൂടെ ഇല്ല, ഇവര് 3 പേരും കൂടെ എന്താ ഉണ്ടാക്കുക? ഇതാണ് നമ്മുടെ ആക്സസറി ഗ്ലാൻഡ്സ്. ഇവര് 3 പേരും കൂടെ ഉണ്ടാക്കുന്ന സംഭവത്തിന്റെ പേരാണ് സെമിനൽ പ്ലാസ്മ. എന്താ അവരുണ്ടാക്കുന്ന സാധനം? സെമിനൽ പ്ലാസ്മ. അപ്പൊ നമ്മുടെ ടെസ്റ്റസ് സ്പേം മാത്രം ഉണ്ടാക്കി ഇങ്ങ് വിട്ടു, എന്നിട്ട് കുറെ ഡക്റ്റിലൂടെ ആ സ്പേമിനെ ഇങ്ങനെ പാസിംഗ് ദ ബോൾ പോലെ അതിങ്ങ് എത്തി. അപ്പൊ ആക്സസറി ഗ്ലാൻഡ് എന്താ ഉണ്ടാക്കുന്ന? സെമിനൽ പ്ലാസ്മ ഉണ്ടാക്കിയാണ്. അവർ സെമിനൽ പ്ലാസ്മ ഉണ്ടാക്കുന്നു. ഈ സെമിനൽ പ്ലാസ്മ ഉണ്ടാക്കുന്നതിൽ, ഈ സെമിനൽ പ്ലാസ്മയില് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ അത്. ഈ സെമിനൽ പ്ലാസ്മ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നറിയോ? നമ്മുടെ സ്പേം നല്ലോണം മൊട്ടൈൽ ആവണ്ടേ, നമ്മുടെ ഫീമെയിലോട്ട് എത്തണ്ടേ, ഫീമെയിലോട്ട് എത്തി ഫെർട്ടിലൈസേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അതിനുവേണ്ടി നല്ല മൊട്ടൈൽ ആവണം. മൊട്ടൈൽ എന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യണം, നല്ല സ്പീഡിൽ മൂവ് ചെയ്യണം, അതാണ് മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ സ്പേം നല്ല മെച്യൂർഡ് ആവണം. അപ്പൊ മെച്യൂറേഷനും മോട്ടിലിറ്റിക്കും ന്യൂട്രീഷനും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ ആര്? നമ്മുടെ സെമിനൽ പ്ലാസ്മ. കാരണം അതിൽ എന്തൊക്കെയുണ്ടെന്നറിയോ? ഫ്രക്ടോസ്, കാൽഷ്യം ഉണ്ട്, എൻസൈംസ് ഉണ്ട്. എന്തൊക്കെയുണ്ട് നമ്മുടെ സെമിനൽ പ്ലാസ്മയില്? കാരണം ഈ സ്പേം പോയി ഓവത്തിൽ പോയിട്ട് കുത്തി അതിനുള്ളിൽ കടക്കണം. അപ്പൊ അതിനുവേണ്ടി ഈ സ്പേമിന്റെ അറ്റത്തെ എൻസൈംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ എൻസൈം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഈ സെമിനൽ പ്ലാസ്മയാ. ഈ സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? അപ്പോ ഫ്രക്ടോസും കാൽഷ്യവും എൻസൈംസും. എന്തൊക്കെയാ ഉള്ളത്? ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് എൻസൈംസ് ഉണ്ട്. കണ്ടോ? ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, എൻസൈംസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ 3 ഗ്ലാൻഡ്സ് ആരൊക്കെയായിരുന്നു? സെമിനൽ വെസൈക്കിൾ, പ്രോസ്റ്റേറ്റ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സ്. ഈ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സിലെ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സിന്റെ അതും കുറച്ച് സെക്രീഷൻ ഉണ്ട്. ആ സെക്രീഷൻ എന്ത് ചെയ്യും? നമ്മുടെ പെനിസിനെയൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് ആ സെക്രീഷനാണ്. ഓക്കെ. കോയിറ്റസിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പെനിസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് ഏതാ സെക്രീഷൻ? ബൾബോ യുറീത്രൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ആണ്. ബൾബോ യുറീത്രൽ ഗ്ലാൻഡിന്റെ വേറൊരു പേരാണ് കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ടെസ്റ്റസ് പറഞ്ഞു, ആക്സസറി ഡക്റ്റ് പറഞ്ഞു, അടുത്ത ആക്സസറി ഗ്ലാൻഡ് ആരൊക്കെയാ? 3 പേരുണ്ട് ഗ്ലാൻഡ്. ആരൊക്കെയായിരുന്നു? ഒരു പെയർ സെമിനൽ വെസൈക്കിൾ, പിന്നെ ഒരാളായിട്ടുള്ളത് നമ്മുടെ പ്രോസ്റ്റേറ്റ്, പിന്നെ ആരാ 2 എണ്ണം ഉള്ളത്? ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് ഓർ കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ഇവര് 3 പേരും കൂടെ എന്ത് സംഭവം ഉണ്ടാക്കുന്നത്? സെമിനൽ പ്ലാസ്മ ഉണ്ടാക്കുന്നു. അതിൽ എന്തൊക്കെയുണ്ട്? ഫ്രക്ടോസും കാൽഷ്യവും എൻസൈംസും ഉണ്ട്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ നേരത്തെ ഉണ്ടായ സ്പേമിനെ നല്ല മെച്യൂർ ചെയ്തു നല്ല സ്പീഡിൽ മൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അപ്പൊ ഈ നമ്മുടെ ടെസ്റ്റസിന്ന് എന്തുണ്ടായി? സ്പേം ഉണ്ടായി. ആക്സസറി ഗ്ലാൻഡിൽ നിന്ന് എന്തുണ്ടായി? സെമിനൽ പ്ലാസ്മ ഉണ്ടായി. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ സെമൻ. നമ്മൾ സെമൻ എന്ന് പറയുന്ന അറിയാലോ. അപ്പൊ സെമൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടെസ്റ്റസിന്നുണ്ടായ സ്പേമും ആക്സസറി ഗ്ലാൻഡ് ഉണ്ടാക്കിയ സെമിനൽ പ്ലാസ്മയും കൂടെ ചേർന്നുണ്ടായ സംഭവമാണ് ഈ സെമൻ. ഓക്കെ. അപ്പൊ നമ്മുടെ നേരത്തെ അപ്പൊ എവിടെ വരെ വന്ന് നിൽക്കുക? നമ്മുടെ വാസ് ഡെഫറൻസ് വരെ വന്ന് നിൽക്കുകയല്ലേ? ഈ വാസ് ഡെഫറൻസ് വരെ വന്ന് നിൽക്കുന്നതിൽ സ്പേം മാത്രമേ ഉള്ളൂ. ഈ സ്പേം മാത്രം വാസ് ഡെഫറൻസിൽ വന്നിട്ട് ഈ പിക്ചർ നോക്കിയോളൂ. വാസ് ഡെഫറൻസ് കണ്ടോ? ഒന്ന് സൂം ചെയ്ത് നോക്കോളേ. വാസ് ഡെഫറൻസ് കണ്ടോ? വാസ് ഡെഫറൻസ് നമ്മൾ ആദ്യം നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളില് സ്പേം ഉണ്ടായി. അത് ആർക്കാ കൊടുത്തത്? റെറ്റി ടെസ്റ്റസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡമിസ്, വാസ് ഡെഫറൻസ്. അങ്ങനെ വാസ് ഡെഫറൻസിലെത്തിയേ. ഇനി ഈ വാസ് ഡെഫറൻസിലെത്തിയിട്ട് എന്താ സംഭവിക്കുന്ന അറിയോ? അപ്പൊ നമ്മുടെ ആക്സസറി ഗ്ലാൻഡിലെ നമ്മുടെ 2 സെമിനൽ വെസൈക്കിള് അവരെന്ത് ചെയ്യും? അവരുണ്ടാക്കിയ സാധനത്തിന് ഒരു ഡക്റ്റിലൂടെ ഇങ്ങ് വിടുവേ. ഈ വാസ് ഡിഫറൻസും സെമിനൽ വെസൈക്കിളിലുള്ള ഡക്റ്റും കൂടെ ചേർന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആവും. എന്താവും? വാസ് ഡെഫറൻസും കണ്ടോ? വാസ് ഡെഫറൻസ് നമ്മുടെ സെമിനൽ വെസൈക്കിൾ നോക്കിയേ, അതും ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തായി? ഇജാക്കുലേറ്ററി ഡക്റ്റ് ആവേ. എന്നിട്ട് അത് നടുക്കോട്ട് വരുന്ന കണ്ടോ? പിന്നെ നമ്മുടെ ഇങ്ങോട്ട് പോകുന്നു, ഇജാക്കുലേറ്ററി ഡക്റ്റ് യുറീത്രയിലോട്ട് പോകുന്നു. എവിടോട്ടാ പോകുന്നത്? യുറീത്രയിലോട്ട് പോകുന്നു. അവിടെ കോമൺ ഓപ്പണിംഗ് ആണ്. നമ്മുടെ സെമൻ വരുന്നതും യൂറിൻ വരുന്നതും ഒക്കെ ഒരു കോമൺ ഓപ്പണിങ്ങിലൂടെയാണ്. ഓക്കെ.
അപ്പോ എവിടെ വരെ എത്തി? നമ്മളെ വാസ് ഡെഫറൻസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെമിനൽ വെസൈക്കിൾ, ആ പിക്ചർ തന്നെ നോക്കുക കേട്ടോ, പിക്ചർ നോക്കിയിട്ട് അത് മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ സെമിനൽ വെസൈക്കിളിൽ നിന്നുള്ള ഡക്റ്റും വാസ് ഡെഫറൻസും കൂടെ ചേർന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോവും? നമ്മുടെ യുറീത്രയിലോട്ട് പോവും. യുറീത്രയിലോട്ട് പോയിട്ട് യുറീത്ര ഏതിലൂടെയാ വരുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലൂടെ പുറത്തോട്ട് വരും. എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് ആരാ? എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് നമ്മുടെ പെനിസിനെയാണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മെയിൽ കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഇത്രയും നേരം കേൾക്കുന്നില്ലായിരുന്നോ? കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ടെസ്റ്റിസ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരാൾക്ക് മാത്രമാണോ കേൾക്കാൻ പറ്റാത്തേ? എല്ലാവർക്കും ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഒരാൾക്ക് മാത്രം വരുന്നത് നെറ്റ് ഇഷ്യൂ ആണ്. ഒന്ന് ലീവ് ചെയ്തൊന്ന് ജോയിൻ ആയി നോക്ക് കേട്ടോ. ഇത്ര നേരം ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആണോ? നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇല്ലല്ലോ അല്ലെ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട് മാഡം. അപ്പൊ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഒന്ന് ലീവായിട്ട് ജോയിൻ ആയി നോക്കൂ കേട്ടോ. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് നമ്മൾ ടെസ്റ്റസ് ഉണ്ട്, ആക്സസറി ഡക്റ്റ് പറഞ്ഞു, ആക്സസറി ഗ്ലാൻഡ് പറഞ്ഞു. ഇനി നമുക്കുള്ളത് ആരാ? എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അതായത് നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഏതാണ്? നമ്മുടെ പെനിസ് ആണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആണ് പെനിസ് എന്ന് പറയുന്നത്. പെനിസ് എന്ന് പറയുന്നത് അതിലൊരു കവറിംഗ് ഉണ്ട് കേട്ടോ. പെനിസിൽ ഒരു കവറിംഗ് ഉണ്ട്. ഫ്രണ്ടിലുള്ള ഒരു കവറിങ്ങിന്റെ പേരാണ് ഫോർസ്കിൻ ഓർ പ്രെപ്യൂസ് എന്ന് പറയും. ഒരു മിനിറ്റ്, ഫോട്ടോ നോക്കട്ടെ. കാണുന്നുണ്ടോ? എക്സ്റ്റേണലി നമ്മൾ കാണുന്ന സ്ട്രക്ചർ ആണ് പെനിസ് എന്ന് പറയുന്നത്. ഈ പെനിസിന്റെ പുറത്തുള്ള കവറിങ്ങിനെ എന്താ പറയണത്? ഫോർസ്കിൻ അല്ലെങ്കിൽ പ്രെപ്യൂസ് എന്ന് പറയും. എന്താണ്? ഫോർസ്കിൻ അല്ലെങ്കിൽ പ്രെപ്യൂസ് എന്ന് പറയുന്നു. പിന്നെ നേരത്തെ നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു? നമ്മുടെ വാസ് ഡെഫറൻസ്, പിന്നെ സെമിനൽ വെസൈക്കിളിൽ നിന്നുള്ള ഡക്റ്റ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, അത് എങ്ങോട്ട് പോയി? പിന്നെ ഒരു യൂറോ ജെനൈറ്റൽ ട്രാക്റ്റിലൂടെ ഈ പുറത്തോട്ട് വരുന്നത് നമ്മുടെ പെനിസിലൂടെയാണ് ഇതിങ്ങനെ പുറത്തോട്ട് വരിക. ഓക്കെ, യൂറോ ജെനൈറ്റൽ ട്രാക്ട് പിന്നെ പെനിസിലൂടെ പുറത്തോട്ട് വരുന്നു. അപ്പൊ പെനിസ് ആണ് എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻ എന്ന് പറയുന്നത്. പെനിസിന് ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത് എന്താ? ഫോർസ്കിൻ അല്ലെങ്കിൽ പ്രെപ്യൂസ് എന്ന് പറയുന്നു. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഓവറോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ ടെസ്റ്റസിനെ പറ്റി പറഞ്ഞു, അതിന്റെ അനാറ്റമി പറഞ്ഞു, ആക്സസറി ഗ്ലാൻഡ് പറഞ്ഞു, ആക്സസറി ഡക്റ്റ് പറഞ്ഞു, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ ആരെങ്കിലും? എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാവോ? അല്ലെ എന്തെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാവോ? ഓഡിബിൾ അല്ലേ മാഡം? പെനിസ് ഒന്നും കൂടെ പറയാവോ? ഓക്കെ ഓക്കെ. പെനിസ് എന്ന് പറയണത് ഒരു മിനിറ്റ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആണ് കേട്ടോ. മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആണ് പെനിസ് എന്ന് പറയുന്നത്. പെനിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ഒരു സ്പെഷ്യൽ ടിഷ്യൂ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കാരണം ഇറക്ഷൻ ഉണ്ടാവാനായിട്ട്, കോയിറ്റസിന്റെ സമയത്ത് ഇറക്ഷൻ ഉണ്ടാവാനൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ടിഷ്യൂ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആ എൻലാർജ്ഡ് എൻഡ്, ആ എൻഡിന് എന്താ പറയണത്? ഗ്ലാൻസ് പെനിസ് എന്നാ പറയുന്നത്. പെനിസിന്റെ ഷേപ്പ് ഒക്കെ അറിയാലോ, അതിന്റെ ഒരു അറ്റത്തെ എൻഡിനെ പറയുന്നത് ഗ്ലാൻസ് പെനിസ് എന്നാണ് പറയണത്. അത് കവർ ചെയ്തിരിക്കുന്ന ഒരു സ്കിന്നുണ്ട്, ഒരു ലൂസ് സ്കിന്നാണ്. ആ സ്കിന്നിനെയാണ് ഫോർ സ്കിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രെപ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെനിസിന്റെ ഒരു എൻലാർജ്ഡ് എൻഡിനെ പറയണത് ഗ്ലാൻസ് പെനിസ്. അത് കവർ ചെയ്തിരിക്കുന്നത് പ്രെപ്യൂസ് ഓർ ഫോർ സ്കിൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മള് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ടെസ്റ്റസ് പറഞ്ഞു, ആക്സസറി ഡക്റ്റുകൾ പറഞ്ഞു, പിന്നെ ആക്സസറി ഗ്ലാൻഡ് പറഞ്ഞു, എക്സ്റ്റേണൽ ജെനിറ്റാലിയ പറഞ്ഞു.
ഇനി നമുക്ക് മെയിലിന്റെ ഇതിൽ പറയാം, മെയിൽ റീപ്രൊഡക്ഷനിൽ പഠിക്കാനുള്ള 2 കാര്യമുള്ളൂ. എന്താണ്? സ്പേമിനെ പറ്റി, സ്പേം ഡീറ്റെയിൽ ആയിട്ട് സ്പേമിന്റെ സ്ട്രക്ചർ പഠിക്കണം. പിന്നെ നമ്മൾ സ്പേം എങ്ങനെ സ്പേം ഉണ്ടായി എന്നല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ, ശരിക്കും അത് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞില്ല. അതാണ് നമ്മളിപ്പോ ഗാമറ്റോജെനസിസ് എന്ന് ആദ്യം പറഞ്ഞില്ലേ. ജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫോർമേഷൻ, എന്തോ ഉണ്ടായി. അപ്പൊ ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്. ഇനി സ്പെർമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമേഷൻ ഓഫ് സ്പേം. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, ഇപ്പൊ 11th 12th ബയോളജി എടുത്തവരാണെങ്കിൽ 11th 12th സ്റ്റാൻഡേർഡിലാന്ന് തോന്നുന്നു അല്ലെ? ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് 12th സ്റ്റാൻഡേർഡില്. അപ്പൊ അവിടെ പഠിച്ച തന്നെയാണ്. അപ്പോ സ്പെർമറ്റോജെനസിസും പഠിക്കണം, നമുക്ക് സ്പേമും പഠിക്കണം. അപ്പൊ ഈ സ്ലൈഡിൽ നിന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മാത്രം ഇന്ന് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച മാത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് വരണേ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, അപ്പൊ ഒന്ന് സ്പേമിന്റെ സ്ട്രക്ചർ നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് സ്പെർമറ്റോജെനസിസും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ സ്പേമിന്റെ പിക്ചർ നോക്കിയേ, കാണുന്നുണ്ടോ? സ്പേമിന്റെ പിക്ചർ കാണുന്നുണ്ടോ? സ്പേം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് സ്പേം. പിക്ചർ ക്ലിയർ ആവുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്പേമിന്റെ പിക്ചർ, സ്പേമിൽ എന്തൊക്കെയുണ്ട്? ഒരു ഹെഡ് ഉണ്ട്, ഒരു നെക്ക് ഉണ്ട്, ഒരു ടെയിൽ ഉണ്ട്. സ്പേമിൽ എന്തൊക്കെയുള്ള? ഒരു ഹെഡ് കാണുന്നുണ്ടല്ലോ, പിന്നെ ഒരു നെക്ക് കാണുന്നുണ്ട്, പിന്നെ നമുക്കൊരു മിഡിൽ പീസ് കാണുന്നുണ്ട്, പിന്നെ ഒരു ടെയിൽ ഉണ്ട്. ഈ ഹെഡിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കിയേ. ഹെഡിൽ ഒരു ഫ്രണ്ടിൽ ഒരു കവറിങ് ഉണ്ടില്ലേ, അതാണ് അക്രോസോം. എന്താണ്? ഏറ്റവും മേളൊരു സാധനം കണ്ടോ, അതാണ് അക്രോസോം കേട്ടാ. ഈ ഏറ്റവും ഹെഡിന്റെ അറ്റത്തുള്ളത് ഈ അക്രോസോം എന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എൻസൈം ഒക്കെ ഉണ്ടെന്ന്, ഈ അക്രോസോം ആണ് ഓവത്തിൽ പോയി ഇങ്ങനെ ഇതായി ഓവം ഓപ്പൺ ചെയ്യിച്ച് ഉള്ളോട്ടൊക്കെ നോക്കിയിരുന്നത്. അപ്പൊ ഈ സ്പേമിന്റെ അറ്റത്ത് ആരാ ഉള്ളത്? അക്രോസോം ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഹെഡിൽ വേറെ ആരാ ഉള്ളത്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഹെഡിൽ 2 പേരുണ്ട്. ആരൊക്കെയുണ്ട്? ഒരു അക്രോസോം ഉണ്ട്, പിന്നെ ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ നമ്മുടെ നെക്ക് കണ്ടല്ലോ, ഒരു കുഞ്ഞൊരു നെക്ക് ഉണ്ട്. പിന്നെ മിഡിൽ പീസിൽ ആരാ ഉള്ളത്? മിഡിൽ പീസിലുള്ള ആരാ നോക്കിയേ. മിഡിൽ പീസിൽ ആരാ ഉള്ളത്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ നമുക്കറിയാം, നമ്മുടെ എനർജി പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെല്ലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ? മൈറ്റോകോൺട്രിയ എന്താണ്? എനർജി പവർ ഹൗസ് ആണ്. അപ്പൊ എനർജി ഉണ്ടാക്കുന്ന എന്തിനാ? ഈ സ്പേമിന് നല്ല എനർജി വേണ്ടേ, നല്ല മൊട്ടൈലായിരിക്കണം. അല്ലാത്ത സ്പേംസിനെ കൊണ്ടൊന്നും ഒരു ഫെർട്ടിലൈസേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ആ എനർജി കൊടുക്കുന്ന ആളാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എവിടെ ഇരിക്കുന്നത്? ആലോചിച്ചാൽ മതി. മൈറ്റോകോൺട്രിയ ഇൻ മിഡിൽ പീസ്. ഓക്കെ, പിന്നെ നമ്മുടെ ടെയിലാണുള്ളത്. പിന്നെ ഒരു ടെയില്. സ്പേമിന്റെ സ്ട്രക്ചർ മനസ്സിലായോ? സ്പേമിന്റെ സ്ട്രക്ചറിൽ ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിൽ ഉണ്ട്. ഹെഡിൽ ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, എക്രോസോം ഉണ്ട്. ഓക്കെ, നെക്ക് ഉണ്ട്, മിഡിൽ പീസിൽ ആരാ ഉള്ളത്? മൈറ്റോകോൺട്രിയ ഉണ്ട്, പിന്നെ ടെയിൽ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് സ്പേം ഇതാണ്. പിന്നെ നമ്മുടെ ഒരു ഹ്യൂമൻ മെയില് ഒരു കോയിറ്റസിന്റെ സമയത്ത് ഒരു സ്പേം ഒന്നും അല്ല കേട്ടോ, ഒരു 200 മുതൽ 300 മില്യൺ സ്പേം വരെ ഇജാക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കോയിറ്റസിന്റെ സമയത്ത് എത്ര എണ്ണം ഉണ്ടാവുന്നുണ്ട്? 200 മുതൽ 300 മില്യൺ സ്പേം വരെ ഉണ്ടാവുന്നുണ്ട്. അതില് എല്ലാവരും അല്ല, ആകെ ഒരു 40% ഒക്കെ ഉള്ളൂ നല്ല മൊട്ടൈലായിട്ടുള്ളതൊക്കെ. ആകെ 40% ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് സ്പേം. ഇനി നമുക്ക് ഈ സ്പേം നമ്മൾ കണ്ടു. ഇനി നമ്മുടെ എങ്ങനെ ഈ സ്പേം ഉണ്ടാവുന്നു നോക്കാം. ആ സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? സ്പെർമറ്റോജെനസിസ്. ഓക്കെ, നമ്മുടെ സ്പെർമറ്റോജെനസിസ്. എവിടെയാണ് ഈ സ്പേം ഉണ്ടാവുന്നത്? സ്പേം എവിടെയാ ഉണ്ടായത്? ആരെങ്കിലും പറയാവോ സ്പേം എവിടെയാ ഉണ്ടാവുന്നത്? അൺമ്യൂട്ട് ചെയ്ത് പറയാമോ ആർക്കെങ്കിലും? ഓഡിബിൾ അല്ലേ? ടെസ്റ്റിസ് ആണോ മാം? ടെസ്റ്റിസിൽ ഉണ്ടാവുന്നു അറിയാലോ. ടെസ്റ്റിസിൽ എവിടെയാ ഉണ്ടായെന്ന് പറയാവോ? അതെ അതെ അതെ, ജേം സെൽ. ടെസ്റ്റിസില് നമ്മുടെ ടെസ്റ്റിക്കുലർ ലോബ്യൂളിന്റെ ഉള്ളില്, സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില് ആരാ? നമ്മുടെ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ. അവരാണ് എന്തായി മാറുന്നത്? നമ്മുടെ സ്പേമായി മാറുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ പ്രോസസ്സ് നമുക്കൊന്ന് പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണേ. എന്താണെന്നറിയോ?
നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻ ആയ ടെസ്റ്റസ് ആണ് എന്തുണ്ടാക്കുന്നത്, സ്പേം ഉണ്ടാക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ഈ സ്പേം ഉണ്ടായാൽ മാത്രം പോരെ, അവിടെ 3 പ്രോസസ്സ് നടക്കുന്നുണ്ട്. സ്പെർമറ്റോജെനിസിസ്, സ്പെർമിയോജെനിസിസ്, സ്പെർമിയേഷൻ. 3 പ്രോസസ് ഉണ്ട്. ഏതൊക്കെയാ? സ്പെർമറ്റോജെനിസിസ് നടക്കുന്നുണ്ട്, സ്പെർമിയോജെനിസിസ് നടക്കുന്നുണ്ട്, സ്പെർമിയേഷൻ നടക്കുന്നുണ്ട്. അതായത് അപ്പൊ സ്പെർമറ്റോജെനിസിസ് നടക്കുന്നുണ്ട്. സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത് പ്യൂബർട്ടി ടൈമിൽ ഉണ്ടാവുന്നതാണ്. പ്യൂബർട്ടി ടൈമിൽ ഇത് നടക്കുള്ളൂ. സ്പെർമറ്റോജെനിസിസ് എപ്പോഴാണ് നടക്കുന്നത്? പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പ്യൂബർട്ടി സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ആൺകുട്ടികൾക്കൊക്കെ ഒരു 12-16 വയസ്സൊക്കെ ആകുമ്പോൾ ഒച്ചയൊക്കെ മാറി അവരുടെ ബോഡിയിൽ കുറെ ചേഞ്ചസ് ഉണ്ടാവൂലേ? ആ സമയത്തൊക്കെയാണ് ഈ സ്പെർമറ്റോജെനിസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സമയം സ്പെർമറ്റോജെനിസിസ് ഒക്കെ നടക്കുന്നത് പ്യൂബർട്ടിയുടെ സമയത്താണ് നടക്കുന്നത്. ആൺകുട്ടികളില് ഒരു 12 മുതൽ 16 വയസ്സ് വരെ ആ സമയത്തായിരിക്കും നമ്മുടെ സ്പെർമറ്റോജെനിസിസ്. എവിടെയാണ്? നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില് സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്ന സെൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ സ്പെർമറ്റോഗോണിയ എന്തായി മാറുന്നു? സെൽ ഡിവിഷൻ ഒക്കെ പഠിച്ചാണോ എല്ലാവരും? സെൽ ഡിവിഷനിൽ നമ്മൾ മൈറ്റോസിസും മിയോസിസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതില് മൈറ്റോസിസ് നടന്നിട്ട് എന്തായി മാറുന്നു? പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. എപ്പോഴും ആദ്യം ഒരു പ്രൈമറി ഉണ്ടാവും, പിന്നെ അത് സെക്കൻഡറി ആയി മാറും. അതറിയാലോ. അപ്പൊ നമ്മുടെ ആദ്യം ഈ സെമിനിഫറസ് ട്യൂബ്യൂളില് നമ്മുടെ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ മൈറ്റോസിസ് ഡിവിഷൻ നടക്കും. എന്നിട്ട് ആരായി മാറും? പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി മാറും. പിന്നെ അത് എന്ത് നടക്കും? മിയോസിസ് നടക്കും. എന്നിട്ട് അത് ആരായി മാറും? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയി മാറും. അത് മനസ്സിലാക്കി വെക്കുക. ആദ്യം സ്പെർമറ്റോഗോണിയ എന്തായി മാറുന്നു? മൈറ്റോസിസ് ഡിവിഷൻ നടന്നിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. ആ ഫോട്ടോ കണ്ടോ? പ്യൂബർട്ടി സമയത്ത് സ്പെർമറ്റോഗോണിയ. ഈ പിക്ചർ മാത്രം മനസ്സിലാലോചിച്ചാൽ മതി, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അത് തിങ്ക് ചെയ്യേണ്ട. സ്പെർമറ്റോഗോണിയ മൈറ്റോസിസ് നടക്കുന്നു, പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. മിയോസിസ് 1 നടക്കുന്നു. മിയോസിസ് 1ഉം 2ഉം ഉണ്ട്. അപ്പൊ മിയോസിസ് 1 നടന്നിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആരായി മാറുന്നു? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. പിന്നെ എന്താ? സെക്കൻഡ് മിയോസിസ് നടന്നിട്ട് എന്തായി മാറുന്നു? സ്പെർമാറ്റിഡ് ആയി മാറുന്നു. ഈ പിക്ചർ കാണുന്നുണ്ടോ? ഒരു റൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് വന്നിരിക്കുന്ന ഈ പിക്ചർ നല്ലോണം മനസ്സിലാക്കിയാൽ മതിയെ. സ്പെർമറ്റോഗോണിയ മൈറ്റോസിസ് നടന്ന് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. മിയോസിസ് 1 നടന്ന് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. പിന്നെ സെക്കൻഡ് മിയോസിസ് നടന്ന് സ്പെർമാറ്റിഡ് ആയി മാറുന്നു. പിന്നെ ഈ സ്പെർമാറ്റിഡ് എന്തായി മാറുന്നു? ഈ സ്പെർമാറ്റിഡ് സ്പേം ആയി മാറുന്നു. ഈ സ്പെർമാറ്റിഡിൽ നിന്ന് സ്പേം ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് സ്പെർമിയോജെനിസിസ്. എന്താണ്? സ്പെർമിയോജെനിസിസ്. ഓക്കെ, അപ്പൊ സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്പെർമാറ്റിഡിൽ നിന്ന് സ്പേം ഉണ്ടാവുന്നു. സ്പെർമാറ്റിഡിൽ നിന്ന് സ്പേം ഉണ്ടാവുന്ന പ്രോസസ് ആണ് സ്പെർമിയോജെനിസിസ്. ഓക്കെ, സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമാറ്റിഡിൽ നിന്ന് സ്പേം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സ്പേം ഉണ്ടായില്ലേ, ഈ സ്പേം എന്ത് ചെയ്യുന്നറിയോ? പിന്നെ അത് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ആവൂലേ, അതിനെയാണ് സ്പെർമിയേഷൻ. സ്പേം പുറത്തു പോകുന്നു, അതാണ് സ്പെർമിയേഷൻ. ആദ്യം സ്പെർമറ്റോജെനിസിസ്, അതിൽ സ്പെർമിയോജെനിസിസ്, പിന്നെ സ്പെർമിയേഷൻ. ഇതെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ ടെസ്റ്റസില് ഗാമേറ്റ് സ്പേം ഉണ്ടാവുന്ന ആ ഡീറ്റെയിൽഡ് പ്രോസസ് ആണ് സ്പെർമറ്റോജെനിസിസ്. പ്യൂബർട്ടിയിൽ നടക്കുന്നു. അത് എവിടെയാണ്? നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില്. സ്പെർമറ്റോഗോണിയ എന്തായി മാറുന്നു? സ്പെർമറ്റോഗോണിയ മൈറ്റോസിസ് നടന്നിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. ഫസ്റ്റ് മിയോസിസ് നടന്ന് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. സെക്കൻഡ് മിയോസിസ് നടന്ന് സ്പെർമാറ്റിഡ് ആയി മാറുന്നു. പിന്നെ സ്പേം ഉണ്ടാവുന്നു. സ്പെർമറ്റോസോവ എന്ന് പറയുന്ന ആളാണ് ഈ സ്പേം. അവസാനം ഈ സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സിനെ എന്താ പറയുന്നത്? സ്പെർമിയോജെനിസിസ്. സ്പേം ഉണ്ടാവുന്ന പ്രോസസ് സ്പെർമിയോജെനിസിസ്. ഇനി ഈ സ്പേം പുറത്ത് വരണ്ടേ? നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് പുറത്ത് വരും എന്ന് പറഞ്ഞില്ലേ? ആരാ അപ്പൊ കളക്ട് ചെയ്യാൻ നിൽക്കുന്ന ആള്? ആരായിരിക്കും? റെറ്റി ടെസ്റ്റസ് കളക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയണത്? സ്പെർമിയേഷൻ. അപ്പൊ നമ്മുടെ സ്പെർമറ്റോജെനിസിസ് ഒന്ന് നോക്കിയേ. ഇന്ന് തന്നെ ഈ സ്ലൈഡ് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. അപ്പൊ സ്പെർമറ്റോജെനിസിസില് നമ്മുടെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടായി. അപ്പൊ ഇതില് നമ്മുടെ ക്രോമസോം നമ്പറും കൂടെ ഒന്ന് നോക്കണം.
ആദ്യം 46 ക്രോമസോം ഉണ്ടായിരുന്നു കേട്ടോ. 46 ക്രോമസോം ഉള്ളതിനെ നമ്മൾ എന്താ പറയണെന്ന് അറിയാം, 2 സെറ്റ് ക്രോമസോം ഉണ്ട്. അപ്പൊ അതിനെ ഡിപ്ലോയിഡ് എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? ഡിപ്ലോയിഡ് എന്ന് പറയേ. 23 ഉള്ള 2 സെറ്റ് ഉള്ളതുകൊണ്ട് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറിയിൽ ഡിപ്ലോയിഡ് ആയിരുന്നേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ അടുത്ത സെക്കൻഡറി ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി മാറി? ആദ്യം ഡിപ്ലോയിഡ് ആയിരുന്നു, പിന്നെ സെക്കൻഡറി ഒക്കെ എത്തിക്കഴിഞ്ഞപ്പം ഹാപ്ലോയിഡ് ആയി. 23 ക്രോമസോം ഉള്ള സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് 2 പേരുണ്ടായി. എത്ര സ്പെർമാറ്റിഡ് ഉണ്ടാവുന്നുണ്ട്? 4 സ്പെർമാറ്റിഡ് ഉണ്ടാവുന്നു. ഓക്കെ, 4 എത്ര സ്പെർമാറ്റിഡ് ഉണ്ടാവുന്നു? 4 എണ്ണം ഉണ്ടാവുന്നു. അപ്പൊ ഇത് ജസ്റ്റ് ഈ പിക്ചർ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സ്പെർമറ്റോജെനിസിസ് എന്താണ്, സ്പെർമിയോജെനിസിസ് എന്താണ്, അവസാനം ഉണ്ടാവുന്നത് സ്പെർമിയേഷൻ. അപ്പൊ സ്പെർമാറ്റിഡ് സ്പേം ആവുന്ന പ്രോസസ് എന്താണ്? സ്പെർമിയോജെനിസിസ്. സ്പെർമിയോജെനിസിസ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്പേം റിലീസ് ചെയ്യും സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന്. അതിനെ നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയുന്നു. ഇനി ഇതിനെ കുറച്ച് ഹോർമോൺസ് ഒക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്പെർമറ്റോജെനിസിന് കുറച്ച് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മള് ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ് ഒക്കെ പഠിക്കും കേട്ടോ. നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ട്. ഓക്കെ, ഈ സ്പെർമറ്റോജെനിസിസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിന്റെ ഹോർമോൺസ് പറയുന്നതിന് മുന്നേ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാം. ഇപ്പോ ഇതുവരെ ഈ സ്പെർമറ്റോജെനിസിസ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിന് മുന്നേ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അടുത്തത് ഹോർമോൺസിനെ പറ്റിയാണ്. സ്പെർമറ്റോജെനിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴാണ് നടക്കുന്നത്? പ്യൂബർട്ടി സമയത്തേ നടക്കുള്ളൂ അല്ലെ. അപ്പൊ അതിന് ആദ്യം ഹെൽപ്പ് ചെയ്യുന്ന ആരാന്നറിയോ? ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പ്യൂബർട്ടി സമയത്ത് ആര് റിലീസ് ചെയ്യുന്നു? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഹൈപ്പോതലാമസിന്ന് ആരാ ഉണ്ടാവുന്നത്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ വരുന്നു. ഇദ്ദേഹം എവിടെ പോകുന്നു? ഓടി ആരെടുത്ത് പോകും? നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലോട്ട് പോകും. നമ്മുടെ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുവേ. ഇദ്ദേഹം എവിടെ പോകും? നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആന്റീരിയറും പോസ്റ്റീരിയറും ഉണ്ട് കേട്ടോ. നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഒക്കെ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവേ. ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈപ്പോതലാമസ് ഉണ്ട്. ഹൈപ്പോതലാമസിന്ന് ഗൊണാഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സെക്സ് ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണ് സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് എവിടെ പോയി ആക്ട് ചെയ്യും? നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോയി ആക്ട് ചെയ്യും. എന്നിട്ട് അത് 2 പേരെ ഉണ്ടാക്കും. 2 പേരെ ഉണ്ടാക്കിക്കുന്ന ആരൊക്കെയാണെന്നറിയോ? LH-FSH. ആരൊക്കെയാ? LH-ഉം FSH-ഉം. LH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ല്യൂട്ടിനൈസിങ് ഹോർമോൺ. FSH എന്ന് പറഞ്ഞാൽ എന്താ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഹോർമോൺസ് ഒക്കെ നോക്കി വെക്കണം. ജസ്റ്റ് LH എന്ന് പറഞ്ഞാൽ എന്താണ്? ല്യൂട്ടിനൈസിങ് ഹോർമോൺ. FSH എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, ഈ LH എന്ത് ചെയ്യും? LH പോയിട്ട് നമ്മുടെ ലേഡിക് സെൽസിൽ ആക്ട് ചെയ്യും. എവിടെയാ ഈ ലേഡിക് സെൽ എന്ന് പറഞ്ഞു നോക്കി. ഇന്ന് നമ്മൾ കുറെ പറഞ്ഞിരുന്നു, ടെസ്റ്റിസിന്റെ ഉള്ളിൽ ഈ ലേഡിക് സെൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എവിടെയാന്ന് ആർക്കെങ്കിലും പറയാവോ? ലേഡിക് സെൽ എവിടെയാ പറഞ്ഞതെന്ന്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ. അതെ. അതിന്റെ വേറൊരു പേര് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്നാണ്. വെരി ഗുഡ്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കുറച്ച് സെൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. അവരെയാണ് നമ്മുടെ ലേഡിക് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലേഡിക് സെൽ എന്താ ഉണ്ടാക്കണേ നമ്മൾ പറഞ്ഞു? ആൻഡ്രജൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവരെ സഹായിക്കുന്ന ആളാരാ? അത് എല്ലെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ലേഡിക്കിനെ സഹായിക്കാൻ LH വരും എന്ന് ആലോചിക്കാം. അത് 2 L തുടങ്ങുന്നു. അപ്പൊ ലേഡിക് സെല്ല് ആൻഡ്രജൻ ഉണ്ടാക്കുന്നു. അതിന് സഹായിക്കുന്ന ആളാരാ? നമ്മുടെ LH എന്ന് പറഞ്ഞാൽ ല്യൂട്ടിനൈസിങ് ഹോർമോൺ. അപ്പൊ ഇത് എവിടുന്നാ ഉണ്ടാവുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറിക്ക് വെറുതെ അങ്ങ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ആരെങ്കിലും സഹായിക്കണം. ആരാ സഹായിക്കുന്നത്? ഹൈപ്പോതലാമസ് ഒരു ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഉണ്ടാക്കും. അതായത് കുറച്ച് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പോയി ആന്റീരിയർ പിറ്റ്യൂട്ടറിയോട് പറയും, നീ ഉണ്ടാക്കാൻ പറയും. ഗൊണാഡ്സ് റിലേറ്റഡ് ഹോർമോൺസ് ഉണ്ടാക്കാൻ വേണ്ടി അവരെ നിർബന്ധിച്ചിട്ട് അവരുണ്ടാക്കും. LH-FSH. ഈ LH എവിടെ പോവും? നേരെ പോവും ലേഡിക്കിൽ പോവും. ലേഡിക്കിൽ പോയിട്ട് ലേഡിക്കിനെ കൊണ്ട് എന്തുണ്ടാക്കും? ലേഡിക് സെൽസിനെ കൊണ്ട് നമ്മുടെ ആൻഡ്രജൻ ഉണ്ടാക്കും. ഓക്കെ, ഈ ആൻഡ്രജൻ ആണ് നമ്മുടെ നമ്മളിപ്പോ സ്പെർമറ്റോജെനിസിസ് പറഞ്ഞല്ലോ, ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവം. അതൊക്കെ സഹായിക്കുന്ന ആൻഡ്രജൻ. അതുപോലെ ആൻഡ്രജൻ ആണ് നമ്മുടെ മെയിലില് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ആൻഡ്രജൻ ആണ്.
ആൻഡ്രജൻ ആണ് നമ്മുടെ മീശ വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ മെയിലിൽ അതിൻ്റെതായ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ആൻഡ്രജൻ ആണ്. അതുപോലെ സ്പെർമറ്റോജെനിസിസ് ഉണ്ടാക്കുന്നത്, അപ്പൊ അത് നമ്മുടെ ആരാ ഉണ്ടാക്കിയത്? ലേഡിക് സെൽസ്. അടുത്ത ഒരാളും കൂടെ ഉണ്ടല്ലോ, FSH. FSH എന്ന് പറഞ്ഞാൽ എന്താ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇവരെവിടെ പോകുന്നറിയോ? സെർട്ടോളി സെൽ. നമ്മൾ അവിടെ പഠിച്ചില്ലേ 2 ടൈപ്പ് സെൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ജേം സെല്ലും സെർട്ടോളി സെല്ലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ജേം സെൽ ആയിരുന്നില്ലേ എന്തായിരുന്നു? സ്പെർമറ്റോഗോണിയ, സ്പേം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. സെർട്ടോളി സെൽ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? സെർട്ടോളി സെല്ല് പറഞ്ഞത് ന്യൂട്രീഷൻ കൊടുക്കും, നറിഷ്മെന്റ് കൊടുക്കും. അപ്പൊ ഈ FSH ഇവിടെ പോയി ആക്ട് ചെയ്യും കേട്ടോ. ഈ FSH പോയി ഇവിടെ എന്താ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ FSH സെർട്ടോളി സെല്ലിൽ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്പേം ഒക്കെ ഉണ്ടായിട്ട് ഈ സ്പേമിന്റെ ഹെഡ് വന്ന് സെർട്ടോളി സെല്ലിൽ ഇങ്ങനെ മറ്റേ മുങ്ങി നിൽക്കും കേട്ടോ, എംബഡ് ചെയ്തിരിക്കും. എന്നിട്ട് ഇതിനെ പുറത്തോട്ട് വരുത്തണ്ടേ? പുറത്തോട്ട് വരുത്താൻ സഹായിക്കുന്ന ആൾ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാ. ഫോളിക്കിൾ നമ്മുടെ സ്പേം ഒക്കെ ഉണ്ടായിട്ട് സ്പേമിന്റെ ഹെഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, ആ ഹെഡ് വന്നിട്ട് ഈ സെർട്ടോളി സെല്ലിൽ നമ്മൾ മനസ്സിൽ ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ പടങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അപ്പൊ നമുക്ക് കുറെ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇന്ന് മറക്കും, നാളെ മറക്കും. നമ്മൾ പിക്ചർ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറക്കൂല. അപ്പൊ ഇന്ന് തന്നെ നിങ്ങളൊന്ന് വരച്ചു നോക്കുക, നമ്മളൊന്ന് വരച്ചു നോക്കുക. എത്ര വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിലും അവരവരുടേതായ രീതിയിലൊന്ന് നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോ പഠിച്ചതുപോലെ ഇവിടെ നിന്ന് അത് ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ വരച്ച് മാർക്ക് ചെയ്ത് വെക്കുക. അത് റിവിഷൻ ആയാലും പരീക്ഷ വരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അപ്പൊ നമുക്കിത് കാണുമ്പോൾ വലിയ എന്തോ കോംപ്ലിക്കേറ്റഡ് സംഭവം പോലെ തോന്നും. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് ഇപ്പൊ തന്നെ അതിന്റെ ഒരു പടം നിങ്ങളുടേതായ രീതിയിൽ വരച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് മനസ്സിൽ നിന്ന് പോവില്ല. ഓക്കെ, അപ്പൊ ഈ FSH എവിടെ പോകുന്നു? FSH പോയി സെർട്ടോളി സെല്ലിൽ പോകുന്നു. സെർട്ടോളി സെല്ലിൽ ആക്ട് ചെയ്യുന്നു. സെർട്ടോളി സെല്ലിൽ ആക്ട് ചെയ്തിട്ട് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? സ്പെർമിയോജെനിസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്പെർമിയോജെനിസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നമ്മുടെ 2 ഹോർമോൺസ് വരുന്നത്. അപ്പൊ ഹോർമോൺസ് ഏതൊക്കെയായിരുന്നു? FSHഉം LHഉം. FSHഉം LHഉം എവിടെ നിന്നുണ്ടാവുന്നു? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുണ്ടാവുന്നു. ആരാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഫ്രം ഹൈപ്പോതലാമസ്. ഈ സിസ്റ്റം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? പെൽവിസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എത്ര ആൾക്കാരുണ്ട്? നമ്മുടെ ടെസ്റ്റിസ് ഉണ്ട്, ആക്സസറി ഡക്റ്റ് ഉണ്ട്, ആക്സസറി ഗ്ലാൻഡ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ഓക്കെ, ആദ്യം നമ്മുടെ ടെസ്റ്റസ് പഠിക്കാം. ഓക്കെ, ടെസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെസ്റ്റസ് എവിടെയാണ്? അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് ഒരു പൗച്ചിനുള്ളിൽ. അത് പൗച്ചിന്റെ പേരെന്താ? സ്ക്രോട്ടം. എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട്. അപ്പൊ എന്തിനാ ടെമ്പറേച്ചർ കുറഞ്ഞാൽ മാത്രമേ ആരുണ്ടാവുള്ളൂ? നമ്മുടെ സ്പേം ഉണ്ടാവുള്ളൂ. ഈ ടെസ്റ്റസിനുള്ളില് എന്തുണ്ട്? 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിനെന്താ പറയുന്നത്? ടെസ്റ്റിക്കുലർ ലോബ്യൂൾ എന്ന് പറയുന്നു. ഓരോ ലോബ്യൂളിനുള്ളിലും 1 to 3 എന്തുണ്ട്? സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളില് എന്താ? നമ്മുടെ സ്പേം ഉണ്ടാവുന്നു. സെമിനിഫറസ് ട്യൂബ്യൂളിന് എത്ര സെൽസ് ഉണ്ട്? 2 സെൽസ്. ഏതൊക്കെയാണ്? ജേം സെൽസ് ആൻഡ് സെർട്ടോളി സെൽസ്. ജേം സെല്ലിന്റെ വേറൊരു പേര് സ്പെർമറ്റോഗോണിയ. ഓക്കെ, ജേം സെൽ എന്ത് ചെയ്യുന്നു? സ്പേം ആകുന്നു. സെർട്ടോളി സെല്ല് ന്യൂട്രീഷൻ കൊടുക്കുന്നു. ഇതിനിടയ്ക്കുള്ള സ്പേസിന് പറയുന്നത് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അവിടെ ആരൊക്കെയുണ്ട്? അവിടെയാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് ഉള്ളത്. ഓക്കെ, പിന്നെ അവിടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ് ആരെ ഉണ്ടാക്കുന്നു? നമ്മുടെ മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രോജനെ ഉണ്ടാക്കുന്നു. ഓക്കെ, അടുത്തത് ആക്സസറി ഡക്റ്റ് എടുക്കുക. അത് നമ്മുടെ കോഡ് പറഞ്ഞു റീവ ഈവ. എന്തായിരുന്നു? റീ ഫോർ റെറ്റിറ്റെസ്റ്റിസ്, വാ ഫോർ വാസ എഫറൻഷ്യ, ഇ ഫോർ എപ്പിഡിഡിമിസ്. അടുത്ത വാസ് ഡെഫറൻസ്. 2 വായും തമ്മിൽ മാറിപ്പോകരുത്. ആദ്യത്തത് വാസ എഫറൻഷ്യയാണ്, അവസാനത്തെ ആളാണ് വാസ് ഡെഫറൻസ്. അപ്പൊ ആദ്യം നമ്മുടെ സെമിനിഫറസ് ട്യൂബിൽ ഉണ്ടായ സ്പേം ആർക്ക് കൊടുക്കുന്നു? റെറ്റി ടെസ്റ്റിസിന് കൊടുക്കുന്നു. റെറ്റി ടെസ്റ്റിസ് അത് ആർക്ക് കൊടുക്കുന്നു? വാസ എഫറൻഷ്യക്ക് കൊടുക്കുന്നു. വാസ എഫറൻഷ്യ അത് ആർക്ക് കൊടുക്കുന്നു? എപ്പിഡിഡിമിസിൽ പോയി അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അടുത്ത ആർക്ക് കൊടുക്കുന്നു? വാസ് ഡെഫറൻസിൽ കൊടുക്കുന്നു. വാസ് ഡെഫറൻസ് വഴി ഇങ്ങനെ പോകുമ്പോ ആര് വരുന്നു? നമ്മുടെ സെമിനൽ വെസൈക്കിളിൽ നിന്നുള്ള ഡക്റ്റ് വരുവേ. ആ ഡക്റ്റും നമ്മുടെ വാസ് ഡെഫറൻസും ആയിട്ട് ചേർന്ന് ആരായി മാറുന്നു? ഇജാക്കുലേറ്ററി ഡക്റ്റായി മാറി. അത് എവിടോട്ട് പോകുന്നു? യുറീത്രൽ ഓപ്പണിങ്ങിലൂടെ നമ്മുടെ പെനിസിലൂടെ അങ്ങ് പുറത്തോട്ട് പോകുന്നു. ഓക്കെ, യുറീത്രയിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. യൂറോജെനൈറ്റൽ ട്രാക്ട് എന്നാണ് ആ നടുക്കത്തെ ആ ട്രാക്റ്റിനെ പറയുന്നത് യൂറോജെനൈറ്റൽ ട്രാക്ട്. നമ്മുടെ ഇജാക്കുലേറ്ററി ഡക്റ്റ് കഴിഞ്ഞാൽ പിന്നെ യൂറോജെനൈറ്റൽ ട്രാക്ട് വഴി അത് പെനിസിലൂടെ എക്സ്റ്റേണൽ ഓപ്പണിങ്ങിലൂടെ പുറത്തോട്ട് പോകുന്നു. ഓക്കെ,
അപ്പൊ ആക്സസറി ഡക്റ്റ് അത്രയും കഴിഞ്ഞു. ഇനി നമ്മുടെ ആക്സസറി ഗ്ലാൻഡിലോട്ട് വരാം. ആരൊക്കെയാ 3 ആക്സസറി ഗ്ലാൻഡ്? സെമിനൽ വെസൈക്കിൾ. എത്ര പേരുണ്ട്? സെമിനൽ വെസൈക്കിൾ 2 പേരാണ്. ഒരാളായിട്ടുള്ളത് ആരാ? പ്രോസ്റ്റേറ്റ്. 2 ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇവര് 3 പേരും കൂടെ ഉണ്ടാക്കുന്ന സംഭവം എന്താണ്? സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? കാൽഷ്യം, ഫ്രക്ടോസ്, എൻസൈംസ്. ഓക്കെ. അപ്പൊ ഈ സെമിനൽ പ്ലാസ്മയും നമ്മളെ നേരത്തെ സ്പേം ഉണ്ടായില്ലേ, ഈ സെമിനൽ പ്ലാസ്മയും സെമനും കൂടെ ചേർന്ന് എന്തായി മാറുന്നു? അല്ല സോറി, സെമിനൽ പ്ലാസ്മയും നമ്മുടെ സ്പേമും കൂടെ ചേർന്ന് എന്തായി മാറുന്നു? സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടെ ചേർന്ന് സെമനായി മാറുന്നു. സെമിനൽ പ്ലാസ്മ സെക്രീറ്റഡ് ഫ്രം ആക്സസറി ഗ്ലാൻഡ്, സ്പേം സെക്രീറ്റഡ് ഫ്രം ടെസ്റ്റസ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്താവുന്നത്? സെമൻ. ഓക്കെ. ഇനി എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്തായിരുന്നു? പെനിസ് ആണ്. പെനിസിന്റെ എൻലാർജ്ഡ് എൻഡിന്റെ പേര് ഗ്ലാൻസ് പെനിസ്. ഒരു കവറിംഗ് ഉള്ളത് ഫോർസ്കിൻ ഓർ പ്രപ്യൂസ്. ഫീമെയിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുള്ളൂ. മെയിലിന്റെ അതുവരെ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ സ്പെർമറ്റോജെനിസിസ് നോക്കണം, സ്പേം നോക്കണം. അപ്പോ സ്പെർമറ്റോജെനിസിസ് നമ്മൾ എന്താ പറഞ്ഞത്? സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ്. ആദ്യം നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ ഉണ്ടായിരുന്ന സ്പെർമറ്റോഗോണിയ, അത് മൈറ്റോസിസ് നടന്ന് ആരായി മാറുന്നു? പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. അത് മിയോസിസ് 1 നടന്ന് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. അത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് മിയോസിസ് 2 നടന്ന് എന്തായി മാറുന്നു? സ്പെർമാറ്റിഡ് പിന്നെ എന്തായി മാറുന്നു? സ്പേമായി മാറുന്നു. ഓക്കെ. ഈ പ്രോസസ്സിനെയാണ് സ്പെർമറ്റോജെനിസിസ്. അപ്പൊ അവസാനം സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സിനെ എന്താ പറയുന്നത്? സ്പെർമിയോജെനിസിസ്. സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന ആള് സ്പേം ആവുന്നതിന് സ്പെർമിയോജെനിസിസ്. അതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. സ്പെർമാറ്റിഡ് സ്പേമോ ആവുന്ന പ്രോസസ്സിന് എന്ത് പറയുന്നു? സ്പെർമിയോജെനിസിസ്. ഈ ഉണ്ടായ സ്പേമിനെ റിലീസ് ചെയ്യുന്നതിന് എന്ത് പറയുന്നു? സ്പെർമിയേഷൻ. എന്താ? സ്പെർമിയേഷൻ. ഓക്കെ. പിന്നെ നമ്മുടെ ഹോർമോൺസ് ഏതൊക്കെയായിരുന്നു? നമ്മളെ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറി പോയിട്ട് 2 പേരെ സെക്രീറ്റ് ചെയ്യിക്കുന്നു, LH ഉം FSH ഉം. LH എന്ന് പറയുന്ന ആളെ എന്ന് ആലോചിക്കുക, ലൂട്ടിനൈസിംഗ് ഹോർമോൺ എവിടെ പോകുന്നു? ലേഡിക് സെല്ലിൽ പോയിട്ട് ആൻഡ്രജൻ ഉണ്ടാക്കുന്നു. FSH എവിടെ പോകുന്നു? FSH ഓടി പോകുന്നത് സെർട്ടോളി സെല്ലിൽ പോയിട്ട് നമ്മുടെ സ്പെർമിയോജെനിസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. അടുത്തത് സ്പേമിന്റെ സ്ട്രക്ചർ. സ്പേമിൽ എന്തൊക്കെയുണ്ട്? ഒരു ഹെഡ് ഉണ്ട്, ഒരു നെക്ക് ഉണ്ട്, ഒരു മിഡിൽ പീസ് ഉണ്ട്, ഒരു ടെയിൽ ഉണ്ട്. ഹെഡിൽ ആരൊക്കെയുണ്ട്? അറ്റത്തൊരു എക്രോസോം ഉണ്ട്, പിന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ നെക്ക്. മിഡിൽ പീസിൽ ആരാ ഉള്ളത്? മിഡിൽ പീസിനകത്ത് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ട്. മൈറ്റോകോൺട്രിയ എനർജി ഉണ്ടാക്കുന്നു. എന്തിനാ? മോട്ടിലിറ്റിക്കൊക്കെ വേണ്ടി എനർജി ഉണ്ടാക്കുന്നു. പിന്നെ നമ്മുടെ ടെയിലുണ്ട്. ഒരു കോയിറ്റസിലോ ഒരു ഹ്യൂമൻ മെയില് എത്ര ഇജാക്കുലേറ്റ് ചെയ്യുന്നുണ്ട്? എത്ര സ്പേം ഇജാക്കുലേറ്റ് ചെയ്യുന്നത്? 200 to 300 മില്യൺ സ്പേംസ് ഇജാക്കുലേറ്റ് ചെയ്യുന്നു. ഇതിൽ എത്ര പെർസെന്റേജ് ആയിരിക്കും? ഒരു 60% അല്ലെങ്കിൽ ഒരു 40-60% ഒക്കെ മാത്രമേ 60% ഒരു നോർമൽ ഷേപ്പ് എങ്കിലും കാണുള്ളൂ കേട്ടോ. അതുപോലെ അതിൽ ഒരു 40% മാത്രമേ നല്ല വിഗറസ് മോട്ടിലിറ്റി, നല്ല മൊട്ടൈൽ ആയിട്ടിരിക്കുള്ളൂ. ഓക്കെ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടോ? എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ.